CPM നിയന്ത്രണത്തിലുള്ള വയനാട് ബ്രഹ്മഗിരി സൊസൈറ്റിക്കെതിരെ ഗുരുതര വെളിപ്പെടുത്തൽ. ബ്രഹ്മഗിരിയിൽ ലക്ഷങ്ങളുടെ കള്ളപ്പണം നിക്ഷേപിച്ചത് കണ്ടുവെന്നാണ് ജീവനക്കാരനായ നൌഷാദിന്റെ വെളിപ്പെടുത്തൽ. ചാക്കിൽ കൊണ്ടുവന്ന പണം ജീവനക്കാരുടെ അക്കൌണ്ടിലൂടെ ബ്രഹ്മഗിരിയിൽ നിക്ഷേപിച്ച് വെളുപ്പിച്ചു. പണം എത്തിച്ചതിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ നൌഷാദ് പുറത്തുവിട്ടു. ഡിസംബർ മാസത്തിലാണ് ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ ചാക്കിൽ പൈസ കൊണ്ടുവരുന്നത്. ഒരു കൊറോണ കാലത്തായിരുന്നു. ചാക്കിൽ പൈസ കൊണ്ടുവന്ന് 2000-ന്റെ കെട്ടുകൾ, 500-ന്റെ കെട്ടുകൾ, 200-ന്റെ കെട്ടുകൾ, 100-ന്റെ കെട്ടുകൾ, അങ്ങനെ ആയിരുന്നു പൈസ കൊണ്ടുവന്നിരുന്നത്. വലിയൊരു എമൗണ്ട് ആയത് കാരണം അത് ബ്രഹ്മഗിരിയുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ഡയറക്റ്റ് ചെയ്യുന്നതിന് കുറച്ച് പ്രയാസങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് ജീവനക്കാരായ കുറച്ച് ആളുകളെ സെലക്ട് ചെയ്ത് ജീവനക്കാരുടെ അക്കൗണ്ടിലൂടെ ബ്രഹ്മഗിരിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അത് സുൽത്താൻ ബത്തേരി യൂണിയൻ ബാങ്കിൻ്റെ ശാഖയിൽ വെച്ചിട്ടാണ് ഈ പൈസ മാറ്റിയിട്ടുണ്ടായത്. പിന്നീടാണ് ഇത് കള്ളപ്പണമാണെന്ന് മനസ്സിലായതും. കാരണം ഇത് അന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ 2000-ന്റെ നോട്ട് കെട്ടുകളിൽ 3 നോട്ടിൻ്റെ അടുത്ത് കള്ളനോട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. വിവരങ്ങൾ നൽകാനായി ഫൈസൽ നെടുമ്പാല വയനാട് നിന്ന് ചേരുന്നുണ്ട്. ഫൈസൽ, നൌഷാദിന്റെ വാക്കുകൾ നോക്കുകയാണെങ്കിൽ വളരെ ഗൗരവതരമായ ഒരു സംഭവം തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത്. എന്താണ് അദ്ദേഹം പറയുന്നത്? എപ്പോൾ, ഏത് സമയത്താണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്? വിവരങ്ങൾ. അമൃത, 2021-ൽ ബ്രഹ്മഗിരി സൊസൈറ്റിയിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നു എന്നുള്ള ആരോപണമാണ് ബ്രഹ്മഗിരിയിലെ മുൻ ജീവനക്കാരൻ കൂടിയായിട്ടുള്ള നൌഷാദ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ബ്രഹ്മഗിരിയിലെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ നിക്ഷേപകർ വലിയ പ്രക്ഷോഭമാണ് കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പലതരത്തിലുള്ള പരാതികളും ബത്തേരി സ്റ്റേഷനിൽ ഉൾപ്പെടെ നൽകിയിട്ടുമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഗുരുതര വെളിപ്പെടുത്തലുമായി നൌഷാദ് രംഗത്തെത്തിയിരിക്കുന്നത്. 2021-ൽ ചാക്കിൽ കെട്ടിക്കൊണ്ട് 500-ന്റെയും 2000-ന്റെയും 100-ന്റെയും 200-ന്റെയും നോട്ടുകൾ ഈ ബ്രഹ്മഗിരിയിൽ എത്തിച്ചു എന്നാണ് പറയുന്നത്. അത് ബത്തേരിയിലെ ഒരു ബാങ്ക് മുഖാന്തരം ഈ ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കുകയും ഈ പണം വെളുപ്പിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണമാണ് ഈ നൌഷാദ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഏത് അന്വേഷണ ഏജൻസിക്ക് മുമ്പിലും വെളിപ്പെടുത്താൻ തയ്യാറാണ് എന്നുള്ള കാര്യം കൂടി പറയുകയാണ്. അന്നത്തെ ജീവനക്കാരൻ കൂടിയായിരുന്നു, ബ്രഹ്മഗിരിയിലെ ജീവനക്കാരൻ കൂടിയായ നൌഷാദ് ഈ ഒരു ചിത്രങ്ങളും ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. നോട്ട് കെട്ടുകളുടെ ചിത്രങ്ങളാണ് നൌഷാദ് പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ബ്രഹ്മഗിരി സൊസൈറ്റി തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് നിരന്തരം CPM-ന്റെ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു ഗുരുതര ആരോപണവുമായി CPM-ന്റെ തന്നെ മുൻ അംഗമായിട്ടുള്ള ഈ ബ്രഹ്മഗിരിയിലെ ജീവനക്കാരൻ കൂടിയായിട്ടുള്ള നൌഷാദ് രംഗത്തെത്തിയിരിക്കുന്നത്. അമൃത, ഇതിപ്പോൾ ഫോട്ടോ സഹിതമാണ് അദ്ദേഹം കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ എന്തെങ്കിലും പരാതിയോ മറ്റോ പോലീസിലേക്ക് എത്തിയിട്ടുണ്ടോ? അമൃത, ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പരാതികൾ ഇതിനോടകം തന്നെ പോലീസിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിക്കൊണ്ട് കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ള ആരോപണം ഇതിനോടകം തന്നെ ഈ നിക്ഷേപകർ ഉന്നയിച്ചിട്ടുമുണ്ട്. അതിന് പരസ്യമായിക്കൊണ്ടുള്ള പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള വിവാദങ്ങളും ബത്തേരിയിൽ നിലനിന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം വീണ്ടും ഉന്നയിക്കുന്ന സമയത്ത് ഈ നൌഷാദ് തന്നെ പലതരത്തിലുള്ള പരാതികൾ മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ ഈ വിഷയത്തിൽ നൽകിയിട്ടുമുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ അന്വേഷണമായി ഉദ്യോഗസ്ഥർ തന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് വെളിപ്പെടുത്താൻ തയ്യാറാണെന്നുള്ള കാര്യം കൂടിയാണ് നൌഷാദ് പറയുന്നത്. അമൃത.